യെസ് പറഞ്ഞു. എന്താ വന്നേ? എന്തോ പറയാനാ വന്നെന്ന് എനിക്ക് മനസ്സിലായി. ഇനിയില്ലെങ്കിൽ പിന്നെ ആരുണ്ടെന്ന് പറഞ്ഞിട്ടും കാര്യം. ഓഫീസ് ആകെ ചത്ത പോലായി പോകുന്നേ. സത്യേട്ടാ, നമ്മുടെ സ്റ്റാഫുകളുടെ കൊച്ചു കൊച്ചു സന്തോഷങ്ങളിൽ പോലും ഏട്ടനെടുക്കുന്ന താല്പര്യമുണ്ടല്ലോ. അതൊന്നും വേറെ ആർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല. നമ്മുടെ നവീൻ എന്ന് പറഞ്ഞൊരു കാര്യം കേട്ടിട്ടേ ശരിക്കും ഏട്ടനോടത്ത് അഭിമാനം തോന്നിപ്പോയി. റിയലി പ്രൗഡ് ഓഫ് യു ഏട്ടാ. നമ്മുടെ സീനിയർ അക്കൗണ്ടന്റ് നവീൻ സാറില്ലേ, പുള്ളിയുടെ ലൈഫിൽ ഒരുപാട് സന്തോഷമുള്ള ഒരു കാര്യം ഉണ്ടായി. ഗിരിയില്ലാത്തതുകൊണ്ട് അതിന്റെ പാർട്ടി പോലും നടത്താതിരിക്കുക ഞങ്ങള്. ആണോ? എന്താ സംഭവം? അയാളുടെ മോനെ IIT-യിൽ അഡ്മിഷൻ കിട്ടി, അതും ബാംഗ്ലൂര്. അതിനൊരു പാർട്ടി നടത്താൻ ഗിരിയേട്ടൻ വരുന്ന ദിവസം നോക്കി കാത്തിരിക്കുകയായിരുന്നു. എന്തായാലും ഗിരി വന്നുകൊണ്ട് ആ പാർട്ടി ഇന്ന് വൈകിട്ട് നടത്താൻ തീരുമാനിച്ചിരിക്കുക. ഗിരിയേട്ടൻ എന്തായാലും പങ്കെടുക്കണം. അല്ല, അത് പിന്നെ പഴയ പോലെ ആരോഗ്യം വീണ്ടെടുക്കുന്നത് വരെ പാർട്ടിയും പരിപാടിയൊക്കെ ഒഴിവാക്കാനാണ് എന്റെ തീരുമാനം. അതിന്റെ പേര് പാർട്ടിയൊന്നും വേണ്ടെന്ന് വെക്കണ്ട. പരിപാടികളൊക്കെ നല്ല ഗംഭീരമായിട്ട് നടക്കട്ടെ. അല്ല, അപ്പൊ ഗിരിയേട്ടൻ ഉണ്ടാവുമല്ലോ അല്ലേ? വേണ്ട, അത് വേണ്ട. മാനേജ്മെന്റിനെ റെപ്രസെന്റ് ചെയ്ത് നിങ്ങൾ രണ്ടുപേരും പോയി അറ്റൻഡ് ചെയ്താൽ മതി. ഓക്കെ? അയ്യോ, അതെന്ത് വർത്താനമായി പറയുന്നേ? അങ്ങനാണെങ്കിൽ ഗിരി വരുന്നിടം വരെ അയാൾ ഈ പാർട്ടി മാറ്റി വെക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു. ഒരു പാർട്ടിക്ക് വന്നു വിചാരിച്ച് ആരോഗ്യത്തിന് എന്ത് സംഭവിക്കാനാ ഗിരിയേട്ട? ഈ പാർട്ടിയാന്ന് വെച്ച് നമ്മൾ അവിടെ പോകുന്നതും കഴിക്കാനും കുടിക്കാനും ഒന്നും അല്ലല്ലോ. നമ്മള് ജീവനക്കാരുടെ സന്തോഷത്തിലൊന്നും പങ്കുചേരുന്നു അല്ലേ? അതെ, നമ്മൾ അവരോടൊപ്പം കട്ടയ്ക്ക് കൂടെ ഉണ്ടെന്നൊന്നും ബോധ്യപ്പെടുത്തണം. അത്രേ ഉള്ളൂ, അല്ലടാ? ഇതിലിനി ആലോചിക്കാനൊന്നുമില്ല. നവീന്റെ പാർട്ടിക്ക് ഏട്ടൻ വന്നേ പറ്റൂ. 2 വാക്ക് സംസാരിക്കാൻ വേണം. അത് വേണം. ശരി, നിങ്ങൾ ഇത്രയും നിർബന്ധിച്ച സ്ഥിതിക്ക് ഞാൻ വരാം. പക്ഷെ ഒറ്റ കണ്ടീഷനുണ്ട്. ലിക്വറും നോൺ വെജ് ഫുഡും ഞാൻ തൊടില്ല. അത് ഓക്കെ ആണെങ്കിൽ മാത്രം ഞാൻ വരാം. ഓക്കെ ആണോ? അങ്ങനെയെങ്കിൽ അങ്ങനെ. ഗിരി എന്ത് തീരുമാനിക്കുന്നോ അതുപോലെ, അല്ലടാ? അപ്പൊ നവീന്റെ പാർട്ടി ഫിക്സ്. എന്നാ പിന്നെ നടക്കട്ടെന്നാ. ഞങ്ങളിന്നാ ശല്യം ചെയ്യുന്നില്ല. പാടാ പോവാം. സത്യമായിട്ടും ഇനി നീ പറയുന്ന പോലെ ഞാൻ പ്രവർത്തിക്കുകയുള്ളൂ. പ്രോമിസ്. അമ്പിയെങ്കിൽ ഇത് എന്തോർത്തുണ്ടാ ഗിരിയേട്ടൻ പറഞ്ഞൊക്കെ സമ്മതിച്ചു കൊടുത്തത്? എന്താ പേര്? രേഷ്മ. 2 മിനിറ്റ് അങ്ങോട്ട്. സമാധാനമായില്ല. അങ്ങനെ പച്ചക്കിരിക്കാനാണെങ്കിൽ ഗിരിയേട്ടൻ വൈകുന്നേരം പാർട്ടിക്ക് വന്നിട്ട് എന്താ കാര്യം? ഇയാൾ എന്താ പാമ്പാടി രാജനെ കൊണ്ടൊന്ന് എഴുന്നള്ളിച്ച് നിർത്താൻ? നീ ഒന്ന് സമാധാനപ്പെട്, നമുക്കെല്ലാം സെറ്റാക്കാടാ. എന്ത് സെറ്റാക്കാന്ന്? അങ്ങേര് സുമിതയെ പേടിച്ച് ഒരു പെഗ് പോലും കൈകൊണ്ട് തൊടാൻ പോകുന്നില്ല. നോക്കിക്കോ. വെറുതെ നവീനെ കൊണ്ട് നമ്മൾ ഈ നുണയെല്ലാം പറയിച്ചത്. അതും പോട്ടെ, നമ്മുടെ പോക്കറ്റിൽ നിന്ന് കാശിറക്കിട്ടല്ലേ ഗിരിയേട്ടന്റെ സ്ഥിരം ബ്രാൻഡ് മദ്യം കേസ് കണക്കിന് വാങ്ങിക്കൊണ്ട് വന്നത്. രൂപ എത്ര പൊടിഞ്ഞെന്ന് വല്ല ഓർമ്മയുണ്ടോ? അതൊക്കെ ഞാൻ അടിച്ച് തീർത്തോളാം, നീ ടെൻഷൻ അടിക്കണ്ട. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. നമ്മുടെ ഉദ്ദേശം ഗിരിയേട്ടനെ കുടിപ്പിക്കാന്നുള്ളതാ. നിങ്ങൾ അടിച്ച് പൂസായി വീട്ടിനകത്ത് കയറി ചെന്നിട്ട് ഗിരിയേട്ടൻ ഡീസന്റായി കുടിക്കാതെ വീട്ടിൽ ചെന്ന് കയറിയ അമ്മയുടെ വായിലിരിക്കുന്നത് മുഴുവൻ കേൾക്കേണ്ടി വരുന്നത് ഞാനായിരിക്കും. നീ ആവശ്യമില്ലാത്തത് ചിന്തിച്ചു കൂട്ടുന്നത് എന്തിനാ? എടാ മോനെ നിതീഷേ, പൊതുവെ കള്ളുകുടിയന്മാർക്കൊരു സൈക്കോളജി ഉണ്ട്. അത് എനിക്ക് നന്നായിട്ടറിയാം. വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്താൽ ഏത് കടുത്ത തീരുമാനം എടുത്തവനും കുടിക്കും. അത് ഞാൻ ഓപ്പറേറ്റ് ചെയ്തോളാം.
ഇരിക്കെ. വെൽക്കം സാർ, വെൽക്കം. ഞങ്ങൾ എല്ലാവരും സാറിനെ കാത്തിരിക്കുകയായിരുന്നു. കൺഗ്രാറ്റുലേഷൻസ് ഓൺ യുവർ സൺ സക്സസ്. താങ്ക് യു സാർ. ഈ മക്കള് മിടുക്കരായി പഠിച്ചു മുന്നേറുന്നത് ഏത് അച്ഛന്റെ ഒരു അഭിമാന നേട്ടം തന്നെ അല്ലടാ നിതീഷേ? അതെ അതെ. അല്ല, മോൻ എവിടെയിടും? ആ മിടുക്കനോട് ഞാൻ നേരിട്ടൊരു കൺഗ്രാറ്റ്സ് പറയട്ടെ. ആ, 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 ചെറുക്കന് ക്ലാസ് തുടങ്ങിയല്ലോ, അവൻ നേരെ ബാംഗ്ലൂരിന് പോയി. അല്ലടാ? അതെ. ഏട്ടൻ ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് തിരിച്ചു വരാൻ വേണ്ടി നവീനെ ഈ പാർട്ടി വെച്ച് വൈകിച്ചതാ. ഞാൻ പറഞ്ഞിരുന്നില്ലേ? സർ, പ്ലീസ് എൻജോയ് ദ പാർട്ടി. സാർ, സാർ കഴിച്ചില്ലല്ലോ. സാർ ഒന്നും കഴിക്കൂ. പ്ലീസ് ഹാവ് എ ഡ്രിങ്ക്. ഏയ് നോ, ഞാൻ കഴിക്കുന്നില്ല. തൽക്കാലത്തേക്കൊന്ന് നിർത്തി വെച്ചിരിക്കുക ഞാൻ. അയ്യോ സാർ, അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാലേ എനിക്ക് വലിയ സങ്കടമാവും. ഇത്ര നാളും സാർ ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് വരാൻ വേണ്ടി ഞങ്ങൾ എല്ലാവരും കാത്തിരിക്കുകയായിരുന്നു. സാറ് കുടിച്ചില്ലെങ്കിൽ പിന്നെ ഞങ്ങൾക്ക് എന്തോ ഒരു എൻജോയ്മെന്റ്. ഞങ്ങളൊക്കെ സന്തോഷത്തിന് വേണ്ടിയെങ്കിലും സാർ ഒരെണ്ണം കഴിക്കണം. ഒരെണ്ണം മതി സാർ, ഞങ്ങൾ കൂടുതൽ നിർബന്ധിക്കുന്നില്ല. ജസ്റ്റ് ഫോർ എ കമ്പനി സേക്ക്. നീ ആർക്കു വേണ്ടിയാ ഇതൊക്കെ ഉണ്ടാക്കുന്നേ? ഗിരി കുടിച്ച് ബോധമില്ലാതെ 4 കാലിലായിരിക്കും ഇന്ന് രാത്രി വരാൻ പോകുന്നേ. അങ്ങനെയുള്ള ഗിരിയെ കൊണ്ടേ ഞാൻ 4 കാലിയുടെ മാംസവും തീറ്റിക്കും. നിന്റെ ഈ പണിയൊക്കെ വെറുതെയാ സുമി. ഏട്ടാ വാ, എഴുന്നേക്ക്, വീട്ടിൽ പോ. അയ്യോ, സുമി കാത്തിരിക്കുന്നുണ്ടാവനെ. എന്തേ കാണിക്കുന്നത്? നവാസ് കാരോട്ട് പുറത്തുണ്ട് ഏട്ടാ. സാർ സൂക്ഷിച്ചു. ഒരു സെക്കൻഡ്. പോട്ടെ പോട്ടെ. പതുക്കെ പതുക്കെ. പറയെടുത്ത് പോകുന്നുണ്ടോ? എന്തേ കാണിക്കുന്ന മാറ്റിക്ക. നമ്മള് കാശ് കൊടുത്ത് വാങ്ങിയ സാധനമല്ലേ ഇത്, നമ്മള് അടിക്കണ്ടേ? നീ പറഞ്ഞ കാരണം ഒരു തൊള്ളി അടിക്കാതെ ഇത്രയും നേരം ഞാൻ പിടിച്ചിരുന്ന്. എന്തായാലും അവനെ കുടിപ്പിച്ച് കിടത്തിയല്ലോ, അത് മതി. വീട്ടിൽ പോയിട്ട് വേണം 2 അടിക്കാൻ. അല്ല വേണ്ട ഇപ്പൊ അടിച്ചാലോ? അല്ല വേണ്ട, വീട്ടിൽ പേടിക്കാം, വീട്ടിൽ പേടിക്കാം. ദാമോദരേട്ടാ, ആ ഗ്രീൻ സാലഡ് കൂടി ഇങ്ങോട്ട് എടുത്തോണ്ട് വരുമോ? അവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെന്താ, ഇപ്പൊ കൊണ്ടുവരാൻ കുഞ്ഞേ. നേരത്തെ വരാന്ന് പറഞ്ഞിട്ട് ഗിരി ഇന്ന് പതിവിലും വൈകിയല്ലോ, എന്ത് പറ്റിയാവോ? ഇങ്ങ തരും.
ഇത്രയും വൈകിയ സ്ഥിതിക്ക് ഗിരി സാർ ചിലപ്പോ അത്താഴം കഴിച്ചിട്ട് വരുള്ളായിരിക്കും. ഏയ് ഒരിക്കലും താമരട്ടാ, ഇവിടെ വന്നിട്ട് കഴിക്കുമെന്ന് ഗിരി എനിക്ക് വാക്ക് തന്നിട്ടുണ്ട്. ആ വന്നല്ലോ. നീ ആടുന്നുണ്ടോ നിതീഷേ? ഇതെവിടാ ഒന്ന് വെക്കുന്നേ? പിടിക്കണ്ട, നമ്മളെങ്ങോട്ടായി പോകുന്നേ? വീടമ്പിളിയമ്മ വീട്. ഇവിടെ ഇടറാ, ഇങ്ങോട്ടിട്. എന്റെ ദൈവമേ, ഇവനെന്താ ഇങ്ങനെ? ഇന്ന് ഓഫീസിലൊരു പാർട്ടി ഉണ്ടായിരുന്നു. നമ്മുടെ സുമി, നമ്മുടെ നവീന്റെ പാർട്ടി, മോന്റെ അഡ്മിഷൻ. പാവം, he was so happy. ഞാൻ കഴിക്കാതിരുന്നെങ്കിൽ പൊന്നു സുമി മോശമായി പോയനെ. സാരമില്ല, പോട്ടെ. ഓഫീസിലൊരു പാർട്ടി വരുമ്പോ 2 എണ്ണം കഴിച്ചു എന്ന് പറയുന്നതേ അത്ര വലിയ തെറ്റൊന്നുമല്ല. തെറ്റ് തന്നെയാണ്. അല്ല, നമ്മക്ക് എങ്ങനെ പറയാൻ പറ്റുന്നത്? സാധാരണഗതിയിലാണെങ്കിൽ അമ്മ പറയുന്നത് ശരി തന്നെയാ, സമ്മതിച്ചു. പക്ഷെ ഗിരിയുടെ അവസ്ഥ എല്ലാവർക്കും അറിയാവുന്നതല്ലേ? പൊന്നു സുമി, അതിന്റെ എല്ലാവരും നിർബന്ധിച്ചപ്പോ. ഒരു മേജർ അറ്റാക്ക് കഴിഞ്ഞ ആളാണ് ഗിരി. ഈ മര്യാദകൾ കാണിക്കുന്നതിന് മുമ്പേ അതെങ്കിലും ഒന്ന് ആലോചിക്കണമായിരുന്നു. അങ്ങനെയുള്ള ആളെ ഈ വിധത്തിലാണോ ട്രീറ്റ് ചെയ്യേണ്ടത്? അതിന് ഞങ്ങൾ എന്ത് ചെയ്യുന്ന ഏട്ടത്തി? ഞങ്ങള് ബലമായിട്ട് പിടിച്ച് അവന്റെ വായിലോട്ട് ഒഴിച്ചു കൊടുത്തൊന്നുമല്ല, അവൻ തന്നെ പിടിച്ചതാ എന്ന് ഞാൻ പറഞ്ഞില്ല. പക്ഷെ ഇങ്ങനൊരു സാഹചര്യം വരുമ്പോ പിന്തിരിപ്പിക്കേണ്ട ഉത്തരവാദിത്തം നിങ്ങൾക്കുണ്ടായിരുന്നില്ല മാവ? അത് കൊള്ളാം. മര്യാദക്കൊരു ചികിത്സാ കേന്ദ്രത്തിൽ നിന്ന് ട്രീറ്റ്മെന്റ് എടുത്തോണ്ടിരുന്നല്ലേ അവൻ. അത് പൂർത്തിയാക്കുന്നതിന് മുമ്പ് പിടിച്ചു വലിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നാരാ? നീയല്ലേ? സ്വന്തം ഭർത്താവിന്റെ കാര്യത്തിൽ അത്രയേറെ ഉത്തരവാദിത്വം ഉണ്ടായിരുന്നെങ്കിൽ നീ ആ പണി ചെയ്യുമായിരുന്നോ? എന്നിട്ടാ ഇപ്പൊ ഞങ്ങളെ ഉപദേശിക്കാൻ വരുന്നത്. ഞാൻ ഗിരിയെ വിളിച്ചോണ്ട് വന്നിട്ടുണ്ടെങ്കിൽ ഈ വീട്ടിൽ വെച്ച് ആ റുട്ടീൻ തുടരാനും എനിക്കറിയാം. എന്നാ പിന്നെ അതങ്ങ് തുടർന്നാ പോരെ? അതിന് നിങ്ങളെല്ലാരും കൂടെ ഒന്ന് സമ്മതിക്കണ്ടേ? ശത്രുക്കളെ പോലെയാ എല്ലാരും കൂടെ ഗിരിയുടെ അടുത്ത് പെരുമാറുന്നത്. എങ്ങനെ? എന്താ നീ പറഞ്ഞത്? ഞങ്ങളൊക്കെ അവന്റെ ശത്രുക്കളാണെന്നോ? എന്റെ മോനെ ഞാൻ ശത്രുവാണെന്ന് പറയാൻ നിനക്ക് എങ്ങനെ തോന്നി സുമിതേ? മറ്റെന്തു പറഞ്ഞാലും ഞാൻ ക്ഷമിക്കും. പക്ഷെ ഇതല്പം കടന്നുപോയി സുമിതേ. ഒന്നുമില്ലെങ്കിലും അവന്റെ അമ്മയല്ലേ ഞാൻ. എന്നെ ഇങ്ങനെയൊക്കെ കുറ്റപ്പെടുത്താനും ചവിട്ടി തേക്കാനും നിനക്ക് ആരാ അധികാരം തന്നെ? ഞാൻ അങ്ങനെയൊന്നും ചെയ്തില്ലല്ലോ അമ്മേ. ഒരു വിധത്തിൽ ഞാൻ ഈ ഗിരി ഒന്ന് ശരിയാക്കി കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുമ്പോഴേക്കും ഗിരിയെ നേർവഴിക്ക് നടത്താൻ നീയും വഴി തെറ്റിക്കാൻ ഞങ്ങളും. അതല്ലേ നീയാ പറഞ്ഞെന്റെ ഉദ്ദേശം? എന്നോട് ഇങ്ങനെയൊക്കെ ആജ്ഞാപിക്കാനുള്ള അധികാരം ആരാണ് നിന്റെ ഭാര്യയ്ക്ക് കൊടുത്തത്? നീയാണോ? ഇനി ഇവളുടെ ആട്ടും തുപ്പ് കേട്ടിട്ട് വേണോ ഞാൻ ഇവിടെ ജീവിക്കാൻ? ഗിരി, ഞാൻ അതിന് മാത്രം ഒന്നും പറഞ്ഞില്ലല്ലോ. എത്ര കഷ്ടപ്പെട്ടെന്ന്. സുമി, മതി, ഒന്ന് നിർത്തുന്നുണ്ടോ? ഇനി ഒരു അക്ഷരം നീ മിണ്ടിപ്പോരുത്. കേറിപ്പോ. പോകാനാ പറഞ്ഞേ, പോ. പൊയ്ക്കോ. പോയിക്കോ. സാധനം എടുക്കാം. മോനെ വല്ലതും കഴിക്കാൻ പോകണം. നമുക്ക് പാപ്പം കഴിക്കാൻ പോകാം. വേണ്ട, എനിക്ക് വേണ്ട.
ഏട്ടനിരുന്ന് ഡിന്നർ കഴിക്കും. ഇവിടെ ഇരിക്കും. എനിക്കൊന്നും വേണ്ട. എന്റെ പൊന്നി ചേച്ചി, ഈ പച്ചക്കറി എല്ലാം എടുത്ത് മാറ്റിയിട്ട് വായിക്ക് രുചിയായിട്ട് തിന്നാൻ പറ്റിയ എന്തേലും അവന് കൊടുക്ക്. വല്ല ചിക്കനോ മുട്ടയോ ദാമോദരാ, വേണം. ഇതെല്ലാം അങ്ങോട്ട് എടുത്തോണ്ട് പോയി. മോരാ ഇതെടുത്തോണ്ട് പോ. ഓ എന്നാ ഇതും കൂടെ കൊണ്ടുപോകും. ആ എന്നിട്ടേ ആ ചിക്കനും മട്ടനും ഒക്കെ ഇങ്ങ് എടുത്തോ. വന്ന് അങ്ങോട്ട് വയ്ക്ക. ചിക്കൻ. ഇതും കൂടെ അങ്ങോട്ട് തിന്നു. ചിക്കൻ ചിക്കൻ ഒരു ഭക്ഷണപ്രിയനായി ജീവിച്ചവനല്ലേ അവൻ. നീ പറഞ്ഞത് മനസ്സിലാവാത്തത് കൊണ്ടോ അനുസരിക്കാൻ ഇഷ്ടമില്ലാത്തത് കൊണ്ടോ ആയിരിക്കില്ല. മനസ്സിന് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ പെട്ടെന്നങ്ങനെ മനസ്സിന്ന് പറിച്ചു മാറ്റാൻ അവന് കഴിയുന്നുണ്ടാവില്ല. എന്റെ മോള് ക്ഷമയോടെ കുറച്ചു നാൾ കൂടി കാത്തിരിക്കണം. നീ നോക്കിക്കോ, നിന്റെ സ്നേഹവും ആത്മാർത്ഥതയും അവൻ തിരിച്ചറിയും. സ്വന്തം തെറ്റ് മനസ്സിലാക്കി അവൻ തിരുത്തും. നിന്റെ വഴിക്ക് അവൻ വരും. ഞാൻ ഗിരിയെ നാച്ചുറോപ്പതി സെന്ററിൽ നിന്ന് വിളിച്ചോണ്ട് വന്നത് വലിയ തെറ്റായി പോയെന്നാ അവരെല്ലാം പറയുന്നത്. പക്ഷെ ഗിരി മാനസികമായിട്ട് കൂടെ തകർന്നു പോകണ്ടെന്ന് വിചാരിച്ചിട്ടാ ഗിരി വിളിച്ചപ്പോഴത്തേക്കും ഞാൻ അങ്ങോട്ട് പോയത്. അറിയാം മോളെ, ഇതെല്ലാം അച്ഛമ്മക്ക് അറിയുന്ന കാര്യങ്ങളല്ലേ. ഒരു വാക്കുകൊണ്ട് പോലും ഞാൻ നിന്നെ കുറ്റപ്പെടുത്തിയിട്ടുണ്ടോ? ഇല്ലല്ലോ. പക്ഷെ എന്നെ കുറ്റം പറഞ്ഞും ഒറ്റപ്പെടുത്തിയും അകറ്റി നിർത്തിയിട്ട് ഇവരെല്ലാരും കൂടി ഗിരി ഒരു നിത്യരോഗിയാക്കി മാറ്റാനായിട്ടാ ശ്രമിച്ചോണ്ടിരിക്കുന്നത്. ഇനി ഒരു അക്ഷരം കൂടി മിണ്ടിപ്പോരെന്ന് ഗിരി എന്റെ അടുത്ത് പറഞ്ഞ നിമിഷമല്ലേ ഞാൻ ശരിക്കും തോറ്റുപോയി അച്ഛമ്മ.